വടകരക്കാരെ പോലെ ക്ഷമയുള്ള ആളുകൾ കേരളത്തിൽ ഒരു ഭാഗത്തുണ്ടാവും തോന്നുന്നില്ല. 2021 സുഹൃത്തുക്കളെ ദേശീയപാതയുടെ പണി കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചത്. ഇപ്പോഴും 2026 ജൂലൈ കഴിയാനായി. ഇപ്പോഴും കണ്ടില്ലേ ഇമാതിരി ഗതാഗത കുരുക്കും. അതായത് ഇത്രയും മോശപ്പെട്ട ഒരു റോഡ് നിർമ്മാണം നടക്കുന്നൊരു ഏരിയ ഇല്ല. ഈ ഒരു വടകര ചോറോഡ് മുതൽ നമ്മളെ ഈ ടോൾ പ്ലാസ വരുന്ന ആ ഒരു ഭാഗം വരെ എടങ്ങേറിന്റെ കൊടിയാണ്. കമ്പനിക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് കണ്ട് എങ്ങോട്ടെങ്കിലും പെയ്ക്കൂടെ. എത്ര കൊല്ല ഈ ഭാഗത്തുള്ള ആൾക്കാർ സഹിക്കാൻ തുടങ്ങിയിട്ട്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകളാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് തുടരങ്ങൾ അയ്യൂര് ഭാഗത്താട്ടോ. ഇവിടെ നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ റീച്ച് ആരംഭിക്കുന്നത്. അയ്യൂര് വെങ്ങളം റീച്ച്. ഒരു 3-4 കൊല്ലം മുമ്പ് ഈ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. മാഹിയിലെ ഒരു ചെറിയ റൂട്ട് കൂടെയാണ് നമ്മൾ കണ്ണൂര് തലശ്ശേരി ഭാഗത്തൊക്കെ പോയിരുന്നത്. അതിൽ നിന്നൊരു മോചനം കിട്ടിയത് ഇവിടെ അടുത്താട്ടോ. ഇവിടെ അടുത്തല്ല, 2024 മാർച്ച് മാസത്തിലാണ് അതിന് മോചനം കിട്ടിയത്. ഇവിടെ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൂടെ പോയ ആൾക്കാരൊക്കെ ഒന്ന് ഓർമ്മ പങ്കുവെക്കി. കാരണം അന്ന് മാഹിലെ എണ്ണടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോകും. എന്തോ ഒരു രസേന. ഇവിടെ രണ്ട് സൈഡിലും എക്സൈസ് നല്ല നല്ല വെറൈറ്റി എണ്ണക്കടികളും അതേപോലെ പലഹാരങ്ങളൊക്കെ കിട്ടണ നല്ല നല്ല ചായക്കടകള്. എന്താലേ അതൊക്കെ ഓർമ്മകള്. എന്തായാലും 40 വർഷത്തോളമായിക്കണല്ലോ മാഹി ബൈപ്പാസിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. 2024 മാർച്ചിലാണ് അത് തുറന്നു കൊടുത്തത്. അപ്പൊ ഇതാണ് അയ്യൂര് ട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ദേശീയപാതയുടെ റീച്ച് ആരംഭിക്കുന്നത്. ഇത് ഈ അയ്യൂര് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ മാഹിയാണ്. മാഹി കഴിഞ്ഞാൽ ന്യൂ മാഹി, പിന്നെ തലശ്ശേരി ട്ടോ. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരൊന്നും ഇതിലൂടെ അങ്ങനെ പോലുണ്ടാവില്ല. അപ്പൊ ഇത് മാഹി തലശ്ശേരിക്ക് പോണ ബസ്സേരൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. നമ്മളിതാ ഈ കാണുന്ന പുതിയ ഹൈവേയിലൂടെയാണ് ഇപ്പൊ പോകലിട്ടോ. നമ്മളാ വടകര ചേറോഡ് ആ ഭാഗത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞു, കുഞ്ഞിപ്പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹൈവേയിലോട്ട് കയറുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. ഏതായാലും സുഹൃത്തുക്കളെ, പുതിയൊരു അപ്ഡേറ്റ് കൂടി ഉണ്ട്. മാഹി ബൈപ്പാസിൽ ലൈറ്റ് വെക്കുന്ന പണികൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അണ്ടർപാസിന്റെ പണികളും അണ്ടർപാസിന്റെ ആ കാഴ്ച കാണാനാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സുഖമാണ്. നമ്മുടെ ഈ ഒരു മലബാർ മേഖലയിൽ ആദ്യമായിട്ട് വന്ന 6 വരിപ്പാതയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് അടിപൊളി മെർച്ചിങ് പോയിന്റ്. ഇങ്ങനെ ചെയ്യണം. നമ്മളെ എക്സിറ്റ് എൻട്രി ഒക്കെ 5 പൈസക്ക് ഇല്ലാത്ത ഡിസൈനാണ്. 45 മീറ്ററിൽ പിന്നെ അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഇവിടെ സർവീസ് റോഡ് ഇല്ല കേട്ടോ. സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വലിയ മേൽപ്പാലങ്ങൾക്കൊക്കെ സമീപത്ത് ഇങ്ങനത്തെ ഒരു മെർജിങ് പോയിന്റ് ആണുള്ളത്. അങ്ങനെ നമ്മൾ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അണ്ടർപാസിന്റെ പണിയാണ് കാര്യമായിട്ട് നടന്നിട്ടുള്ളൂ. മണ്ണിട്ടുയർത്തുന്ന പണികള് RE പാനൽ വെച്ച് മണ്ണിട്ടുയർത്തുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ സൈഡിൽ തുടങ്ങി കേട്ടോ. അവിടെ RE പാനലൊക്കെ വെച്ച് മണ്ണിട്ടുയർത്തുന്ന പണികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏതായാലും താമസിയാതെ തുടങ്ങും എന്ന് കരുതുന്നു. നമ്മൾ ഇവിടെ എത്തി മഴ പെയ്തു. ആ മഴക്കാറ് പെയ്തിട്ടോ നമ്മൾ മാഹിയിലെത്തി. ഈ സിഗ്നല് നിർബന്ധപ്രകാരം വെച്ചതാണെന്ന് അറിയില്ല. ഇത് വെച്ചതുകൊണ്ട് എന്തായാലും കുറച്ച് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കുറെ ആൾക്കാർ അപകടത്തിലും പെട്ടു. എന്തായാലും മാഹിയിലുള്ള ഈ ഒരു സിഗ്നലുള്ള ഭാഗത്ത് അണ്ടർപാസിന്റെ കോലം, ബോക്സ് അണ്ടർപാസിന്റെ കോലം ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ ഒരു അധിക ചെലവാണ്. അതേപോലെ ആളുകളുടെ സമയം. ഇപ്പൊ പണി കഴിഞ്ഞ് ഏതായാലും ടോൾ കൊടുക്കുന്നുണ്ട്. ഈ പണി നടക്കുന്നുണ്ട് ഈ ടോളിന് പൈസക്ക് കുറവോ അല്ലെങ്കിൽ ടോൾ വിരിക്കാതിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പണി നടക്കുന്നുണ്ട്, അതേപോലെ ടോളും വിരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ആൾക്കാരെ സമയം നഷ്ടപ്പെടുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനം എടുത്തത് വലിയ കിട്ടലാണ്. കുറച്ച് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ കുറെ ആൾക്കാർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിലാണ് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളത്. കാരണം സിഗ്നൽ ഇല്ലാത്ത പാത എന്നാണ് എല്ലാവരും മനസ്സിലുള്ളത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു സിഗ്നലും. എന്തായാലും അത്യാവശ്യം വലിയ വണ്ടികൾ, വലിയ കണ്ടെയ്നർ പോകാൻ പറ്റില്ല. അതൊക്കെ ഇതേപോലത്തെ ലോറിക്കൊക്കെ സുഖമായിട്ട് പോകാം. ഈ ഒരു അണ്ടർപാസ് വന്നത് ഏതായാലും വലിയ കിട്ടലാണ്. ചൊക്ലി ന്യൂ മാഹി, അതിന് ആ ഒരു റോഡിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സിഗ്നൽ അന്നോട് വെച്ചിട്ടുണ്ട്. പിന്നെ മാഹി ടെറിട്ടറി ആണ്, കേരളത്തിന്റെ അധീനതയിലുള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ കഥകൾ. ഏതായാലും സുഹൃത്തുക്കളെ, കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ദേശീയപാതയുടെ പണികൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ മുതലാണ് കോഴിക്കോട് ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ ആരംഭിക്കുന്നത്. അയ്യൂര് മുതൽ വെങ്ങളം വരെ ഒരു റീച്ചും, വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ കോഴിക്കോട് ബൈപ്പാസ് ആയിട്ടുള്ള ആ ഒരു 28 കിലോമീറ്റർ വേറൊരു കമ്പനിയുടെ റീച്ചും. അത് KMC കമ്പനിയുടെയും. ഇത് വാഗഡ് കമ്പനിയാണ് ഇത് ആദ്യം പണി ഏറ്റെടുത്തിരുന്നത്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 കമ്പനി വന്നിട്ടുണ്ട്. എന്തായാലും കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഇവിടെ വളരെ പെട്ടെന്നാണ് ഈ ഒരു പണി ഈ ഒരു കോലത്തിലായി മാറിയത്. ഇതേപോലെ പണി പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളെ ഈ ഒരു വടകര ഈ ഒരു ഭാഗം കേട്ടോ. അതായത് കൈനാട്ടി, അതേപോലെ മുക്കാളി ആ ഭാഗത്തെ. മുക്കാളി ഭാഗത്തൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു റോഡിനോട് ചേർന്നിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന് മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. കുഞ്ഞിപ്പള്ളി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ടോൾ പ്ലാസ വരുന്നത് കേട്ടോ. വടകര മുക്കാളി ഭാഗത്താണ് അടുത്ത ടോൾ പ്ലാസ. അതായത് നമ്മളെ കല്യാശ്ശേരി ടോൾ പ്ലാസ, തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ, താൽക്കാലിക ടോൾ പ്ലാസ. ഈ 2 കല്യാശ്ശേരി ടോൾ പ്ലാസയും അതേപോലെ വടകര മുക്കാളി ടോൾ പ്ലാസയും ഓപ്പൺ ആയാൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വടകര
ഭാഗത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ട്. ഇത് ആരും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കേരളത്തിൽ 13 ടോൾ പ്ലാസകൾ എന്ന് പറയുന്ന ടോൾ പ്ലാസകളെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഈ ഒരു വടകര മുക്കാളി ഭാഗത്തെ ടോൾ പ്ലാസനെ പറ്റി ആരും പറയണില്ല. കല്യാശ്ശേരിയിലായിരിക്കും നല്ല പൈസ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 170 മുകളിൽ വൺ സൈഡ് പ്രതീക്ഷിച്ചോളൂ. അതിൽ കൂടാനാണ് ചാൻസ്. 170 രൂപ ഉണ്ടാകും. ഇവിടെ എത്രയാണെന്ന് അറിയില്ല. ഏതായാലും മുക്കാളി ഭാഗത്ത് ടോൾ പ്ലാസന്റെ പണിയിൽ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കാരണം ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്ഷമയുള്ള ആളുകൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് വടകര ഈ ചേറോട് കൈനാട്ടി ഭാഗത്തുള്ള ആളുകൾ കേട്ടോ. കേരളം മൊത്തം സഞ്ചരിച്ച് ദേശീയപാതയുടെ വീഡിയോ ഞാൻ ചെയ്തിരിക്കണം. പക്ഷെ ഇമ്മാതിരി ഒരു അണ്ടർപാസിന്റെ സമര ബോർഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. മിണ്ട പ്രാണികൾക്കും വേണം ഒരു നടവഴി. വാവ്, അടിപൊളി. ഏതായാലും നാട്ടുകാരുടെ ഇടപെടല് ഉഷാറായിട്ടുണ്ട്. പക്ഷെ ടോൾ പ്ലാസ ഒക്കെ അടുത്ത് ഇങ്ങനെ ഒരു കിട്ടുമെന്നറിയില്ല. പിന്നെ ടോൾ പ്ലാസ ഇങ്ങോട്ട് കഴിഞ്ഞ് നമ്മളെ മുക്കാളി ഭാഗത്ത് കുറച്ചൊരു പണി നടന്നിക്കണ്. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളാ ഒരു കൊളാപ്സ് ആയ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. പണിയൊന്നും 5 പൈസക്ക് ഇല്ല, അത് വേറെ വിഷയം. ഇപ്പത്തല്ല കേട്ടോ, ആദ്യത്തെ 2023 2024 2024 ഇടിഞ്ഞു വീണത്. ആ ഇടിഞ്ഞു വീണ സ്ഥലത്ത് ഇതാ പുതിയൊരു ആറി വാളിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു വലത് സൈഡിൽ ആറിവാളിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇടത് സൈഡിൽ ആറിവാളിന്റെ ഫൗണ്ടേഷൻ പണികളും മറ്റേ ആറിവാളിന്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് റോഡിലൂടെയാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം സുഹൃത്തുക്കളെ. പൊന്തയും കാടും കണ്ട് പഞ്ചായത്ത് റോഡാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ദേശീയപാതയുടെ പണി നടക്കുന്ന വടകര ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെയും ഈ മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടായിരുന്നു. അവിടെ ഒരു സൈഡിൽ ഇതാ കോൺക്രീറ്റ് ആറിവാളിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും പണി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. അമ്മാരി വേഗത്തിലാണ് ഇവിടുത്തെ പണികൾ നടക്കുന്നത് കേട്ടോ. തൃശ്ശൂർ ജില്ലക്ക് സത്യം പറയല്ലോ, തൃശ്ശൂർ ജില്ലക്ക് ഉഷാറായിട്ട് പണികൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് ഇവിടെ 5 പൈസക്ക് പറഞ്ഞാൽ 5 പൈസക്കില്ല. എത്ര കാലം ഇത് തുടങ്ങിയിട്ട് വരും. 2021 തുടങ്ങിയിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ഷമയുള്ള ആളുകളുടെ ദേശം എന്നുള്ള അവാർഡ് ഇപ്പൊ പഞ്ചായത്തിന് മികച്ച മുനിസിപ്പാലിറ്റി എന്നുള്ള അവാർഡൊക്കെ കൊടുക്കേണ്ടല്ലോ. അതേപോലത്തെ അവാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർ കൊടുക്കണതുണ്ടെങ്കിൽ ഇപ്പോഴും പൗതിയായിട്ടുള്ളൂ. ഇനി ഇവിടെയൊക്കെ ഇതിന്റെ ബാക്കി തീർത്ത് ഇപ്പോഴും ആ പഴയ റോട്ടുമ്പോൾ കൂടെയാണ് ഇപ്പോൾ ഈ ലോറി പോയത്. ഇത് നമ്മൾ എവിടെ എത്തിയാൽ നാദാപുരം റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഇവിടെ ഏതൊരു വലിയൊരു കമ്പനീന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓല് റീച്ച് റീച്ച് ഞാൻ മറന്നുപോയി. കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചിൽ ആ പണി ചെയ്ത കമ്പനീന്റെ ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഓല ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. എന്തായാലും ആ ഒരു കമ്പനി എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇപ്പൊ 2 കമ്പനി പങ്കെടുത്തു. ഒന്ന് EKK കമ്പനി ആൻഡ് പിന്നെ ഈ വടകരയുള്ള ഇതാണ് പേര് ഞാൻ മറന്നു. ആ കമ്പനി ULCCS എന്ന കമ്പനി കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ വർക്ക് അവര് ഒരു 3 വർഷം കൊണ്ട് അവർ തീർത്തു അടിപൊളിയായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല റെക്കോർഡും അതേപോലെ നല്ല ഒരുപാട് മിഷനറീസും കാര്യങ്ങളൊക്കെ വലിയ കമ്പനിയാണെന്നൊക്കെ കൊട്ടിയാഘോഷിച്ച കമ്പനിയാണ്. ഇപ്പൊ ഇതിങ്ങനെ 2021 കഴിഞ്ഞു, 2026 ജൂലൈ കഴിഞ്ഞു. ഈ ഒരു സമയമായിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നാദാപുരം റോഡിലൂടെ കേട്ടോ. അവിടെയൊക്കെ 2 സൈഡിലൂടെയും വാഹനങ്ങൾ പോകുന്നുണ്ട്. പുതിയ ഹൈവേയിലൂടെ മൂരാട് വരെ വല്ല കുഴപ്പമില്ല കേട്ടോ. നമ്മളെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൂരാട് വരെ അങ്ങനെ സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോരാ, ഇത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ മൂരാട് പാലം കഴിഞ്ഞ് വടകര എത്തണീൻ്റെ ആ ഒരു 3 കിലോമീറ്റർ മുമ്പേ തുടങ്ങും ബ്ലോക്ക്. പിന്നെ ഈ ചോറോഡ് ഭാഗം കഴിഞ്ഞ് നമ്മൾ ആ ഒരു കൈനാട്ടിക്ക് കഴിഞ്ഞ കേട്ടോ. കൈനാട്ടിക്ക് കഴിഞ്ഞ് പോയാലാണ് കുറച്ചൊരാക്കുണ്ടാവുള്ളൂ. ഇത് കൈനാട്ടി ഫ്ലൈ ഓവർ കേട്ടോ. ഈ ഫ്ലൈ ഓവറിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ 2.5 കൊല്ലം 3 കൊല്ലം ആകാനായി. ഈ ഫ്ലൈ ഓവറിനൊരു പൂതി ഉണ്ടാവില്ല ഇതിന്റെ മേൽക്കൂടെ വണ്ടി പോകണം എന്നുള്ളത്. ഉണ്ടാക്കി വെച്ച ഫ്ലൈ ഓവറിനൊരു പൂതി ഉണ്ടാവില്ല എന്റെ മേൽക്കൂടെ ഒന്ന് വണ്ടി പോയിരുന്നെങ്കിൽ. ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തുകാന്നുണ്ടെങ്കിൽ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ പെട്ടുപോകും. വണ്ടിക്കൊരു പൂതി ഉണ്ടാകും. എന്നൊക്കെ ഒരു 180 അങ്ങനെ അടിച്ചു മിന്നി പോകാൻ. അതേപോലെ ഈ ഫ്ലൈ ഓവറിനൊരു പൂതി ഉണ്ടോ ഇതിന്റെ മേൽക്കൂടെ ഒന്ന് വണ്ടി പോയിരുന്നെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗം. നമ്മൾ തുടക്കത്ത് കണ്ട ഭാഗം ഇതാട്ടോ. ഇതൊക്കെയാണ് നിങ്ങള് എന്തോ ഒരു ബ്ലോക്കാണ്. ഈ റോഡ് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഉണ്ട്. പിന്നെ റോഡിൽ കുഴി മറ്റേതൊക്കെ ആയിട്ട് അങ്ങനത്തെ ബ്ലോക്ക് വേറെ ഉണ്ട്. നമ്മൾ ആ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ബോസ്റ്റിംഗ് വെക്കുന്ന ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകളും നല്ല ലൈനൊക്കെ കീപ്പ് ചെയ്ത് പോയിക്കാന്നുണ്ടെങ്കിൽ പകുതി നമുക്ക് ബ്ലോക്ക് കുറക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും തിരക്കാണ്. എല്ലാവരും കുത്തിക്കയറ്റും. ഇപ്പൊ ബസ്സേര് മാത്രമല്ല, ബസ്സേര് കുത്തിക്കയറ്റുന്നുണ്ടെങ്കിൽ ഓല ബാക്കിൽ കാറേരുണ്ടാകും, ഓട്ടോകളുണ്ടാവും, ബൈക്കേരുണ്ടാവും. എല്ലാവരും കുത്തിക്കയറ്റില്ല. ആർക്കും കാത്തിക്കാൻ വയ്യ. അതായത് മാന്യമായിട്ട് വാഹനം ഓടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/2 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടാകും. ഈ ഒരു ഭാഗം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂറിലേറെ സമയമെടുക്കും. വൈകുന്നേരം 4:30 മണിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കേട്ടോ. ഇവിടെ കണ്ടങ്ങള് ഒരു ബസ് അവിടുന്ന് കുത്തിക്കയറിയിരിക്കണേ.
ഇവിടുന്ന് ഈ ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ആംബുലൻസ് കൂടിയും കിടക്കുന്നുണ്ട്. കേരളത്തിലെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്ന ഒരു ഏരിയ വടകര ഭാഗാട്ടോ. വടകര ടൗണിലെ ഫ്ലൈ ഓവറിന്റെ അടിയിലുള്ള കാഴ്ചകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ എൻ്റെ അമ്മേ കഴിച്ചില്ല. അതേപോലെ ഈ ഭാഗമാണ് ഈ എടങ്ങേറ് ഉള്ളത് പറയല്ലോ. നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആ ഭാഗത്ത് ഫ്ലൈ ഓവറിന്റെ പണി തകൃതിയിൽ നടന്നപ്പോൾ അവിടെ ഗതാഗതക്കുരുക്ക് നമ്മൾ നല്ല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആദ്യം ക്ഷമയുടെ നെല്ലിപ്പടിയുടെ അവാർഡ് കൊടുക്കേണ്ടത് അവർക്കാട്ടോ. ഈ ഒരു സമയം ഞാൻ ആംബുലൻസ് കുടുങ്ങി കിടക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആംബുലൻസ് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഡ്രോൺ ആ സൈഡിലുണ്ട്. ആ ഡ്രോണിൽ കാണാൻ നിങ്ങൾക്ക് ആ ബസ്സേരെ അവിടെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. ബസ്സേരെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് ബ്ലോക്കാണ്. കാരണം ബസ്സിലുള്ള ആൾക്കാരെ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കണ്ട. അതേപോലെ ബ്ലോക്കിൽ പെട്ട് കിടന്നുണ്ടെങ്കിൽ ഓലെ ഗ്യാപ്പ് പോവുകയും ചെയ്യും. സംഭവം ഞാൻ ഓലെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. ഈ റോഡ് ഇങ്ങനെ മോശമായതിൽ എനിക്ക് തോന്നുന്നു ഓല് ഒരൊറ്റ ദിവസം പ്രതിഷേധം രേഖപ്പെടുത്തണം, ഒരു ബസ് ഓടാതെ. എന്നാലത് ആൾക്കാർ പഠിക്കുള്ളൂ. എന്നു വെച്ചാൽ ആൾക്കാരൊക്കെ ഏത് മേപ്പട്ടൊക്കെ കിടക്കുക എത്താത് ഇങ്ങനെയുണ്ട് ഒരു പണി. 2021 തുടങ്ങിയതാ. അരൂർ തുറവൂരിൽ കുറെ ഗതാഗതക്കുരുക്കിൽ പെട്ട് കിടന്നിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ, നല്ല ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പണി നല്ല വേഗത്തിൽ നടന്നിരുന്നു. എറണാകുളം ജില്ലയിൽ പറവൂര് മാത്രമാണ് നല്ല ബ്ലോക്കുള്ളത്. അതായത് പഴയ റോട്ടുമില്ല, പുതിയ പണി നടക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് എന്നാ തീരാന്ന് ഓൽക്കന്നെ അറിയില്ല. ഏതായാലും സുഹൃത്തുക്കളെ, ഇപ്പൊ നിങ്ങൾ എറണാകുളത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ കഴിയുന്നത് ട്രെയിനിൽ പോയിക്കൊള്ളുന്നുണ്ട്. ഈ വടകര നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലൂടെ വന്നാൽ മതി. കൊയിലാണ്ടി വരെ നല്ല സുഖമായിട്ട് നല്ല ഹൈവേയിലൂടെ അങ്ങനെ അടിപൊളിയായിട്ട് വരാം. അതായത് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലം തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പടി എന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ വടകരയുള്ള ആൾക്കാർക്ക് കൊടുക്കണം. കാരണം കുറേ കാലമായിട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർ സഹിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ കണ്ടില്ല പണി കണ്ടില്ല 5 പൈസക്ക് ഇല്ലാത്ത പണിയാണ്. ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ ഒരു പുരോഗതി ഇല്ല. ഏതായാലും സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞ് അമ്മയ്ക്ക് ചടച്ച് ഏതായാലും വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളേണ്ടി. പിന്നെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി, ആൾക്കാർ അറിഞ്ഞോട്ടെ എവിടെയൊക്കെ എങ്ങനെ ആയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.